നമസ്കാരം. എം മുകുന്ദൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടവർക്ക് തുടർന്നുള്ള ഭാഗങ്ങളുടെ വിശദീകരണമാണ് ഇന്നത്തെ വീഡിയോയിൽ. മൂപ്പൻ സാഹിബിൻ്റെ കാറ് തുറമുഖത്ത് വന്നതറിഞ്ഞ് കാണാൻ പോകുന്നതായ കുഞ്ഞിച്ചിരിതയാണ് നമ്മൾ ആദ്യമായിട്ട് കണ്ടത്. ഒപ്പം പോകാൻ കഴിയാതെ കുറുമ്പിയമ്മ മകൻ വരുന്നത് കാത്തിരിക്കുക. ഏതോ വെള്ളക്കാരൻ സമ്മാനിച്ച് സെൻറ്റിൻ്റെ രൂക്ഷഗന്ധം പരത്തിക്കൊണ്ട് കുഞ്ഞിച്ചിരിത നടന്നകന്നു. മനസ്സു നിറയെ മൂപ്പൻ സാഹിബിൻ്റെ കാറിനെക്കുറിച്ചുള്ള ഭാവനയുമായി ദാമുവിനെയും കാത്ത് കുറുമ്പിയമ്മ വെളിയിൽ നോക്കിയിരിക്കുകയും. ദാമു വന്നു കയറുമ്പോൾ ഉച്ചയായി. എടാ ദാമു, ഞാൻ കാറ് കാണാൻ പോകട്ടേടാ, വൈകുന്നേരമാകട്ടെ. പൂഴി വാരി എറിഞ്ഞാൽ വീഴാത്തത്ര ആളുണ്ട് കടപ്പുറത്ത്. മൂപ്പൻ സാഹിബിൻ്റെ കാറ് കാണാനായി മയ്യഴിയുടെ മക്കൾ മുഴുവൻ തുറമുഖത്തെത്തിയിരുന്നു. ഞാൻ കാറ് കാണാൻ പോകട്ടെ എന്ന് കുറുമ്പിയമ്മ ചോദിച്ചപ്പോൾ ദാമു പറയുന്നത് എന്താ? വൈകുന്നേരമാകട്ടെ, അതായത് പൂഴി വാരി എറിഞ്ഞാൽ വീഴാത്തത്ര ആളുകളുണ്ട് കടപ്പുറത്തെന്ന് പറഞ്ഞ് പൂഴി വാരി എറിഞ്ഞാൽ പോലും അതുപോലും താഴെ വീഴാൻ പറ്റാത്തത്ര ആൾ കടപ്പുറത്ത് അങ്ങനെ തിങ്ങി നിൽക്കുക. എന്തിനാ? മൂപ്പൻ സാഹിബിൻ്റെ കാറ് കാണാൻ. വൈകുന്നേരം തിരക്ക് കുറഞ്ഞപ്പോൾ ദാമു അമ്മയും കൂട്ടി തുറമുഖത്ത് ചെന്നു. കുറുമ്പിയമ്മ കണ്ണു നിറയെ കാറ് കണ്ടു. അവർക്കതൊന്ന് തൊട്ടു നോക്കുവാൻ കൊതി തോന്നി. പക്ഷെ കാറിന് ചുറ്റും ആയുധധാരികളായ പോലീസുകാർ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. കാറ് കാണാൻ ഇഷ്ടംപോലെ ആൾ കൂടിക്കഴിഞ്ഞപ്പോഴത്തേന് പോലീസുകാർ വരെയാണ് കാവൽ. അന്നത്തെ ഒരു പുതുമയുള്ള കാഴ്ചയാണ്. അതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. ഇത് കാണാനായിട്ട് ആള് കുമിഞ്ഞുകൂടുകയാണ് ചെയ്യുന്നത്. എണേ കൗസു, കാറ് കണ്ട് തിരിച്ചു വരുമ്പോൾ നിരത്തിൽ നിന്നുകൊണ്ട് തന്നെ കുറുമ്പിയമ്മ വിളിച്ചു പറഞ്ഞു, കണ്ണാടി പോലെ തിളങ്ങുക, മുഖം നോക്കി ചാന്ത് തൊടാം. ഇനി കണ്ടില്ലല്ലോ എൻ്റെ കൗസു. തൂണും ചാരി നിന്ന് കൗസു ചിരിച്ചു. കൗസുവിന് ഇത് കേട്ടപ്പോൾ ചിരി വന്നു. നമ്മുടെ കുറുമ്പിയമ്മ പറയാം, എടി കൗസു, ഏണേ കൗസു എന്ന് പറഞ്ഞ എടി കൗസു കാറ് കണ്ട് തിരിച്ചിങ്ങോട്ട് വന്നപ്പോഴത്തേനും വരെ കണ്ണാടി പോലാടി തിളങ്ങുന്നത്. മുഖം നോക്കി നമുക്ക് ചാന്ത് തൊടാൻ പറ്റും. കാരണം കണ്ണാടിയിലോട്ട് നോക്കിയിട്ട് കണ്ണാടിയുടെ ഗ്ലാസ്സിൽ നോക്കി നമ്മൾ തലമുടയൊക്കെ ചെയ്യത്തില്ലേ, അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ആ കണ്ണാടി അതേ നോക്കിക്കഴിഞ്ഞാൽ, ഈ കാറെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചാന്ത് തൊടാൻ പറ്റും. അത്രമാത്രം അങ്ങ് തിളക്കമാണെന്നാണ് പറയുന്നത്. കുറുമ്പിയമ്മ കോലായിൽ കാല് നീട്ടിയിരുന്നു. തല നിറയെ കാറിനെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു. അപ്പോഴും കാറ് കണ്ട ആളുകൾ തിരിച്ചു വരുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഉണ്ണിനായരും കൂട്ടുകാരും ഉണ്ടായിരുന്നു. ഇനി കാറ് കണ്ട് തിരിച്ചു വരുന്ന ഒരാളിനെയാണ് നമ്മളിവിടെ കാണുന്നത്, ഉണ്ണിനായർ. അയാളും അയാളുടെ കൂട്ടുകാരനും കൂടി കാറ് കണ്ടേച്ച് തിരിച്ചു വരും. ഓരോരുത്തരായിട്ട് പോയി കാറ് കണ്ടേച്ച് തിരിച്ചു വരിക. ഇനി കണ്ടില്ലേ കുറമ്പി, നീ കണ്ടില്ലയോ കുറമ്പി കാറ്? കണ്ടു നായരെ, ഇതെന്തൊരു തിളക്കമാ, കണ്ണാടി പോലല്ലേ മിന്നുന്നത്. പക്കെങ്കിലേ ഫ്രാൻസിൽ അതിനേക്കാൾ മുന്തിയ കാറുണ്ട്. ഉണ്ണിനായർക്ക് പിറകെ മുടന്തി വരുന്ന കുഞ്ചക്കൻ അറിയിച്ചു. താറ് തേച്ച മരക്കാലുകളിലെ മുനിസിപ്പൽ വിളക്കുകൾ കത്തിക്കുന്നത് കുഞ്ചനാണ്. ഇനി നമ്മൾ അടുത്ത് കാണുന്ന ഒരു കഥാപാത്രമാണ് കുഞ്ചക്കൻ. കുഞ്ചക്കൻ വന്നിട്ട് പറയുകയാണ്, ഞാൻ കാറ് കാണാൻ പോയി, പക്ഷേ ഫ്രാൻസിൽ ഇതിനേക്കാളും മുന്തിയ കാറുണ്ടെന്നാണ് കുഞ്ചക്കൻ അറിയിക്കുന്നത്. ആരാണ് ഈ കുഞ്ചക്കൻ? താറ് തേച്ച മരക്കാലുകളിലെ മുനിസിപ്പൽ വിളക്കുകൾ കത്തിക്കുന്നത് കുഞ്ചക്കനാണ്. അന്ന് വിളക്ക് കത്തിച്ച് വെക്കുകയാണ്, എണ്ണ ഒഴിച്ചിട്ട് അത് കത്തുന്നത്രയും നേരം കത്തുക. അല്ലെ, ഇലക്ട്രിക് ലൈറ്റുകൾ അന്നില്ല. ടാറ് തേച്ചിട്ടുള്ളതായിട്ടുള്ള നമ്മുടെ പോസ്റ്റിൻ്റെ പണ്ടത്തെ തടി പോസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോഴങ്ങനെ തടി പോസ്റ്റുകളല്ല, തടിയുടെ പോസ്റ്റുകൾ പോലെ താറ് തേച്ചിട്ട് അതിൽ വിളക്കിങ്ങനെ കത്തിച്ച് വയ്ക്കും. ആ വിളക്കിനകത്ത് എണ്ണ ഒഴിച്ചിടും. അപ്പോൾ അതിൻ്റെ ഒരു ജോലി, ആ എണ്ണ ഒഴിക്കുന്ന ജോലിയാണ് നമ്മുടെ കുഞ്ചക്കൻ. കുഞ്ചക്കൻ വന്ന് പറഞ്ഞു, ഫ്രാൻസിൽ ഇതിനേക്കാളും വലിയ കാറൊക്കെ ഉണ്ടെന്നുള്ള അറിവ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുക. തോളിൽ ഏണിയും കയ്യിൽ എണ്ണറ്റിന്നും ഉണ്ടായിരുന്നു. ആരുടെ? കുഞ്ചക്കൻ്റെ. അപ്പോൾ കുഞ്ചക്കൻ ആരായിരുന്നു, കുഞ്ചക്കൻ്റെ തൊഴിലെന്തായിരുന്നു എന്നൊരു ചോദ്യം ഉണ്ടാകും. കുഞ്ചക്കൻ പറഞ്ഞത് കുറുമ്പിയമ്മ കേട്ടോ? വിദൂരതയിൽ കുതിരക്കുളമ്പടികൾ. കുറുമ്പിയമ്മ കാതോർത്തു.
പെട്ടെന്ന് ഇവിടെ ഒരു കുതിരക്കുളമ്പടികളുടെ ശബ്ദം കേൾക്കുകയാണ്. ആരോ കുതിര വണ്ടിയിൽ വരികയാണ്. അതിൻ്റെ ശബ്ദം കേട്ടപ്പോഴേക്കും നമ്മുടെ കുറുമ്പിയമ്മ പെട്ടെന്ന് കാതോർക്കുകയാണ്. മുക്ക് തിരിഞ്ഞ് ലെസ്ലി സാഹിബിൻ്റെ കുതിരവണ്ടി പ്രത്യക്ഷപ്പെട്ടു. ആരാണ് കുതിരവണ്ടിയിൽ എത്തിയിരിക്കുന്നത്? ലെസ്ലി സാഹിബ്. പ്രധാനപ്പെട്ടതായ ഒരു കഥാപാത്രമാണ് ലെസ്ലി സാഹിബ്. തിരിയുന്ന മരച്ചക്രങ്ങളുടെ കിറുകിറുപ്പ്, കുതിരയുടെ കഴുത്തിലെ മണികിലുക്കം. കുതിരവണ്ടി സാവധാനം കുറുമ്പിയമ്മയുടെ പുരയുടെ മുൻപിൽ വന്നു നിന്നു. തൊപ്പി അണിഞ്ഞ തല വെളിയിൽ കാട്ടി ലെസ്ലി സാഹിബ് ചോദിച്ചു, കുറുമ്പി ഇച്ചിരി പൊടി തരുമോ? അത് പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ്. കുറുമ്പി ഇച്ചിരി പൊടി തരുമോ? ഈ ചോദ്യം കേൾക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ കുറുമ്പിയമ്മ വെളിയിലേക്ക് കാതോർത്ത് അങ്ങനെ ഇരിക്കുന്നത്. ആ സമയത്താണ് കുതിരക്കുളമ്പടി കേൾക്കുന്നതും നമ്മുടെ ലെസ്ലി സാഹിബ് വരുന്നത്. ലെസ്ലി സാഹിബ് വന്നാൽ നമ്മുടെ കുറുമ്പിയമ്മയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവിടെ വണ്ടി നിർത്തും, കുതിരവണ്ടി അവിടെ നിർത്തിയിട്ട് ചോദിക്കും, കുറുമ്പി ഇച്ചിരി പൊടി തരുവോ? ഇതാരുടെ ചോദ്യമാണ്? ആരോടുള്ള ചോദ്യമാണ്? അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. കുറുമ്പിയമ്മയ്ക്ക് ആനക്കൊമ്പിൽ തീർത്ത ഒരു പൊടി ഡെപ്പി ഉണ്ടായിരുന്നു. കുറുമ്പി ഇച്ചിരി പൊടി തരുമോ? ലെസ്ലി സാഹിബ് പതിവ് പോലെ ചോദിക്കും. എന്നും വന്ന് ചോദിക്കും, കുറുമ്പി ഇച്ചിരി പൊടി തരുമോ? അന്നേരം കുറുമ്പിക്ക് വലിയ സന്തോഷമായി ഈ ചോദ്യം കേൾക്കുന്നതും ലെസ്ലി സാഹിബിന് പൊടി കൊടുക്കുന്നതും. അത് പൊടി എന്ന് പറയുന്നത് ഈ മൂക്കിപ്പൊടിയാണ്, മൂക്കിൽ വലിച്ചു കയറ്റുന്ന പൊടി. അത് ഒരു ലഹരിയാണ്. അത് നമ്മുടെ കുറുമ്പിയമ്മ ഇങ്ങനെ ഒരു പൊടി ഡെപ്പിക്കകത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുക. എപ്പോഴും അവർക്കത് വേണം. ഈ ബീഡി വലിക്കുന്നത് പോലെ വെറ്റ മുറുക്കുന്നത് പോലെയൊക്കെ ഉള്ളതായിട്ടുള്ള ഒരു ശീലമാണ് ഈ പൊടി വരി, മൂക്കിപ്പൊടി എന്നാണ് പറയുന്നത്. അപ്പോൾ ചോദിക്കുകയാണ്, കുറുമ്പി ഇച്ചിരി പൊടി തരുമോ? ലെസ്ലി സാഹിബ് പതിവ് പോലെ ചോദിക്കുന്നു. അതിനെന്താ സാഹിബേ, അതൊന്ന് ചോദിക്കാനുണ്ടോ? ഈ ചോദ്യം എപ്പോഴും തുടരുകയാണ്. എപ്പോഴും വന്ന് ചോദിക്കും, കുറുമ്പി ഇച്ചിരി പൊടി തരുമോ? അന്നേരം നമ്മുടെ കുറുമ്പി പറയും, അതിനെന്താ സാഹിബേ, അതൊന്ന് ചോദിക്കാനുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇഷ്ടം പോലെ അങ്ങ് കൊടുക്കും അല്ലേ. ചോദിക്കാതെ തന്നെ കുറുമ്പിയമ്മ ലെസ്ലി സാഹിബിന് പൊടി കൊടുക്കില്ലേ? കുറുമ്പിയമ്മയെ സംബന്ധിച്ചിടത്തോളം ഈ പൊടി ചോദിക്കുകയൊന്നും വേണ്ട. കുറുമ്പിയമ്മ ലെസ്ലി സാഹിബിന് ഈ പൊടി കൊടുക്കുന്നത് ഒരു അഭിമാനമായിട്ടും സന്തോഷമായിട്ടും കരുതുകയാണ്. അവർ കോലായിൽ എഴുന്നേറ്റ് നിന്ന് മുട്ടോളം എത്തുന്ന ഒരു മുണ്ട് മാത്രമാണ് വേഷം. കാതിൽ പൊന്നിൻ്റെ വലിയ തക്കകൾ, കഴുത്തിൽ അഷ്ടിക. അപ്പം ചോദിക്കാതെ തന്നെ കൊടുക്കാനായിട്ട് ഇവരുടെ ഒരു വേഷം, ഈ കുറുമ്പിയമ്മയുടെ വേഷം എപ്രകാരമായിരുന്നു? മുട്ടോളം എത്തുന്നതായൊരു മുണ്ട് മാത്രമായിരുന്നു അവരുടെ വേഷം. മുട്ട് വരെ എത്തത്തുള്ളൂ, അങ്ങ് താഴെ വരെ, പാദം വരെ എത്തുന്നില്ല, മുട്ട് വരെ എത്തുന്നതായിട്ടുള്ള ഒരു മുണ്ടുമായിട്ട് ഇവർ കോലായിൽ എഴുന്നേറ്റ് നിന്നു. ഇവരോട് എന്താണ് കുറുമ്പിയമ്മയോട് ലെസ്ലി സാഹിബ് ചോദിക്കുന്നത്? കുറുമ്പിയമ്മ അതിന് മറുപടി എപ്രകാരമാണ് പറയുന്നത്? ഇതൊക്കെ പ്രത്യേകമായ ചോദ്യങ്ങളാണ്. മുട്ടോളം എത്തുന്ന മുണ്ട്, പിന്നെ കാതിൽ പൊന്നിൻ്റെ വലിയ തക്കകൾ, കഴുത്തിൽ അഷ്ടിക. ഇത് നമ്മുടെ കുറുമ്പിയമ്മയുടെ വേഷമാണ് അല്ലേ, കുറുമ്പിയമ്മയുടെ ആഭരണമാണ്. കാതിലെ വലിയ പൊന്നിൻ്റെ തക്ക അവരുടെ കഴുത്തിലെ ആഭരണത്തിൻ്റെ പേരാണ്. അതുപോലെ തന്നെ കാതിലെ ആഭരണത്തിൻ്റെ പേര്, കഴുത്തിലെ ആഭരണത്തിൻ്റെ പേരാണ് അഷ്ടിക. ഇത് ഇവർക്കുണ്ട്. ഇവരുടെ വേഷമാണ് ഈ മുട്ടോളം എത്തുന്ന വേഷം എപ്രകാരമായിരുന്നു. ലെസ്ലി സാഹിബ് വണ്ടിയിൽ നിന്ന് താഴെ ഇറങ്ങി. അദ്ദേഹം കാൽശരായിയും കോട്ടും ധരിച്ചിരുന്നു. കാലുകളിൽ കരയുന്ന പാപ്പാസ്. അക്കാലത്ത് മയ്യഴിയിലെ ഏറ്റവും വലിയ പരിഷ്കാരിയായിരുന്നു നോത്തേർ ലെസ്ലി സാഹിബ്. അപ്പം നമ്മുടെ ലെസ്ലി സാഹിബിൻ്റെ വേഷം എപ്രകാരമായിരുന്നു? കുറുമ്പിയമ്മയുടെ വേഷം എപ്രകാരമായിരുന്നു? ലെസ്ലി സാഹിബിൻ്റെ വേഷമാണ് ഈ പറയുന്നത്. കാൽശരായിയും കോട്ടും ധരിച്ചിരുന്നു. കാലുകളിൽ കരയുന്ന പാപ്പാസ്. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ വേഷം. അക്കാലത്ത് മയ്യഴിയിലെ ഏറ്റവും വലിയ പരിഷ്കാരിയായിരുന്നു നോത്തേർ ലെസ്ലി സാഹിബ്. ലെസ്ലി സാഹിബിൻ്റെ പൂർണ്ണമായ പേരാണ് നോത്തേർ ലെസ്ലി സാഹിബ്. ഇരിക്കീൻ സാഹിബെ കുറുമ്പിയമ്മ ഉടുമുണ്ടുകൊണ്ട് ബെഞ്ച് തുടച്ച് വൃത്തിയാക്കി. ലെസ്ലി സാഹിബ് തലയിൽ നിന്ന് തൊപ്പി ഊരി ബെഞ്ചിന്മേൽ ഉപവിഷ്ടനായി. തൊപ്പി മടിയിൽ വെച്ചു. അപ്പോൾ ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം
അദ്ദേഹത്തിന് ഇരിക്കാനുള്ള ആ സ്ഥലമൊക്കെ വൃത്തിയാക്കി തുടച്ചൊക്കെ കൊടുത്തു, വലിയ ബഹുമാനത്തോടു കൂടി. അപ്പോൾ നമ്മുടെ ലെസ്ലി സാഹിബ് തലയിൽ നിന്നും തൊപ്പി ഊരിയിട്ട് ബെഞ്ചിന്മേൽ ഉപവിഷ്ടനായെന്ന് പറഞ്ഞാൽ ബെഞ്ചിന്മേൽ ഇരുന്നു. ഒരു നുള്ളു മതി കുറുമ്പിയമ്മ മടിയിൽ നിന്ന് ആനക്കൊമ്പിൽ തീർത്ത ഡെപ്പിയെടുത്ത് സാഹിബിന് നേരെ നീട്ടി. സാഹിബ് ഒരു നുള്ളു പൊടി ഉള്ളം കൈയിൽ കുടഞ്ഞിട്ടു. ചോര പോലെ ചുവന്ന കൈ. മയ്യഴിയിൽ മറ്റേത് സങ്കരവർഗക്കാരനുണ്ട് ഈ നിറം? ലെസ്ലി സാഹിബിനെ കണ്ടാൽ സാക്ഷാൽ വെള്ളക്കാരനാണെന്നേ തോന്നും. ലെസ്ലി സാഹിബിനെ കണ്ടാൽ യഥാർത്ഥത്തിലൊരു വെള്ളക്കാരനാണെന്ന് മാത്രമേ തോന്നൂ. കാരണം ചോര പോലെ ചുവന്ന കൈയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ആ ഡെപ്പിയോടങ്ങ് കൊടുത്തു. അദ്ദേഹം ഒരു നുള്ളു പൊടി മാത്രം എടുത്തു. ലെസ്ലി സാഹിബ് ഉള്ളം കൈയിൽ നിന്ന് പൊടി നുള്ളിയെടുത്ത് മൂക്കിൽ കയറ്റി. ചെത്തിപ്പൂ പോലെ ചുവന്ന മുഖം കൂടുതൽ ചുവന്നു വന്നു. പൊടിയുടെ ലഹരിയിൽ സാഹിബ് കണ്ണടച്ചങ്ങനെ ഇരിക്കുകയാണ്. പൊടി വലിക്കുമ്പോൾ ഒരു പ്രത്യേക മുഖഭാവം ഉണ്ടല്ലോ, ആ മുഖഭാവത്തോടു കൂടി അങ്ങനെ ഇരിക്കുകയാണ്. ആ അനുഭൂതിയോട്, അതായത് ഈ ലഹരി ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്നതായിട്ടുള്ള ആ ഒരു മുഖഭാവമാണ് അദ്ദേഹത്തിൻ്റെ മുഖത്തോടെ കാണാൻ സാധിക്കുന്നത്. അപ്പോഴത്തേക്കും മുഖമൊക്കെ അങ്ങ് ചുവന്ന് തുടുത്തു. ഇത് കണ്ടപ്പോൾ നമ്മുടെ കുറുമ്പിയമ്മയ്ക്ക് വളരെ സന്തോഷം തോന്നുകയാണ്. ലെസ്ലി സാഹിബിനെ ഒരു പ്രത്യേക ബഹുമാനത്തോടു കൂടി നോക്കുക. ഇത്രയും കളറൊക്കെയുള്ള മനുഷ്യർ ആരുണ്ട്? ഏത് സങ്കരവർഗക്കാരനുണ്ട് ഇതുപോലെ കളറെന്നാണ് ചിന്തിക്കുന്നത്. സായിബേ, എനിക്കൊരു പൂതി. പെട്ടെന്ന് നമ്മുടെ കുറുമ്പിയമ്മ പറയുകയാണ്. വാതിൽപ്പടിയിന്മേൽ ചാരി നിന്ന് കുറുമ്പിയമ്മ സാഹിബിനെ നോക്കി. കുറുമ്പിക്ക് എന്തു പൂതിയാ? അത് മാറ്റിത്തരാൻ ഞാനില്ലേ? കുറുമ്പി, നിൻ്റെ ആഗ്രഹങ്ങൾ എന്തായിരുന്നാലും, പൂതി, ആഗ്രഹം എന്തായിരുന്നാലും അത് പറഞ്ഞുകൊള്ളൂ, ഞാൻ സാധിച്ചു തരാം. ഞാനില്ലേ ഇതൊക്കെ സാധിച്ചു തരാനെന്നാണ് ലെസ്ലി സാഹിബ് പറയുന്നത്. ലെസ്ലി സാഹിബ് കണ്ണ് തുറന്നില്ല. ആ ലഹരിയുടെ പൊടിയിൽ, ലഹരി ഉപയോഗിച്ചുകൊണ്ട് ആ പൊടിയുടെ ലഹരിയിൽ അങ്ങനെ ഇരിക്കുക. പൊടിയുടെ ലഹരി കുറയുന്നത് വരെ സാഹിബ് അങ്ങനെ കണ്ണടച്ചിരിക്കുക സാധാരണ പതിവ്. സാഹിബ് ഒരു കാറും വാങ്ങണം. ഉടനെ നമ്മുടെ കുറുമ്പിയമ്മ എന്താ പറയുന്നത്? സാഹിബ് ഒരു കാറ് വാങ്ങണം. ഇപ്പോൾ ഒരു കാറ് കണ്ടേച്ച് വന്നതല്ലയോ? കാറോ? മൂപ്പൻ സാഹിബിൻ്റെ കാറ് പോലത്തെ കാറ്, കണ്ണാടി പോലെ തിളങ്ങുന്ന കാറ്, നോക്കിയാൽ മുഖം കാണണം. നമ്മുടെ കുറുമ്പിയമ്മയുടെ ആഗ്രഹമാണ്. സാഹിബും കൂടി ഒരു കാർ ഇങ്ങ് വാങ്ങിക്കുക. ഇപ്പോൾ ഒരു കാറ് അവിടെ വാങ്ങിച്ചല്ലോ. അത് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ കുറുമ്പിയമ്മയ്ക്ക് ലെസ്ലി സാഹിബ് ഒരു കാറ് വാങ്ങിക്കണം, ഇതുപോലെ കാറിൽ വന്നിറങ്ങണം, നോക്കിയാൽ മുഖം കാണണം. ഇതൊക്കെയാണ് നമ്മുടെ കുറുമ്പിയമ്മയുടെ പൂതി. എന്തായിരുന്നു കുറുമ്പിയമ്മയുടെ പൂതി? എന്താഗ്രഹമാണ് കുറുമ്പിയമ്മ ലെസ്ലി സാഹിബിനോട് പറഞ്ഞത്? കാറെന്തിനാ കുറുമ്പി? നമുക്ക് കുതിരവണ്ടി പോരെ? ഒരു കാറൊക്കെ വാങ്ങിക്കണമെന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് കാറെന്തിനാ? നമുക്ക് ഓട്ടോ ഉണ്ടല്ലോ നമ്മൾ പറയത്തില്ലേ? അല്ലെന്ന് വരില്ലോ, നമ്മൾ ബസ്സിന് പോയാൽ മതിയല്ലോ, എന്തിനാ നമ്മൾക്ക് ഇപ്പോൾ കാർ എന്നൊക്കെ പറയുന്നതിൽ ഒരു എളിമ പ്രകടിപ്പിക്കുകയാണ് ഇദ്ദേഹം. എന്തിനാ, നമുക്ക് കുതിരവണ്ടി മതിയല്ലോ. ഈ ഉള്ളവളെ ഒരു പൂതിയ, ഈ ഉള്ളവളുടെ ഒരു ആഗ്രഹം, ഒരു പൂതി എന്ന് പറഞ്ഞാൽ ഒരു ആഗ്രഹമാണ്. മൂപ്പൻ സാഹിബിൻ്റെ കാർ കണ്ടപ്പോൾ തുടങ്ങിയതാ കുറുമ്പിയമ്മയുടെ ഈ മോഹം. കാൽശരായിയും തൊപ്പിയും ധരിച്ച് കണ്ണാടി പോലെ തിളങ്ങുന്ന കാറിൽ ലെസ്ലി സാഹിബ് സഞ്ചരിക്കുന്നത് ഇതിനകം എത്രയോ തവണ കുറുമ്പിയമ്മ സ്വപ്നം കണ്ടിരുന്നു. എന്തായിരുന്നു കുറുമ്പിയമ്മ കണ്ടിരുന്നതായ സ്വപ്നം എന്നൊരു ക്വസ്റ്റ്യൻ. മൂപ്പൻ സാഹിബിൻ്റെ കാറ് കണ്ടപ്പോൾ തൊട്ട് ഈ കുറുമ്പിയമ്മയ്ക്ക് സ്വപ്നമാണ്. കാൽശരായിയും തൊപ്പിയൊക്കെ ധരിച്ച് കണ്ണാടി പോലെ തിളങ്ങുന്ന ഒരു കാറിൽ നമ്മുടെ ലെസ്ലി സാഹിബ് വന്നിറങ്ങുന്നതാണ് നമ്മുടെ കുറുമ്പിയമ്മ സ്വപ്നം കണ്ടിരുന്നതെന്ന് പറയണം. വാങ്ങില്ലേ സാഹിബേ? ഞാൻ പറഞ്ഞതുപോലെ വാങ്ങത്തില്ലയോ എന്ന് ചോദിക്കുക. അതിന് പണം വേണ്ടേ കുറുമ്പി? എന്തുവാ കുറുമ്പി പറയുന്നത്? ഇതിനൊക്കെ കാശ് വേണ്ടേ എന്ന് നമ്മൾ ചോദിക്കുന്നത് പോലെ ചോദിക്കുകയാണ്. അക്കാലത്തൊരു കാറ് വാങ്ങുക എന്നതൊരു കപ്പൽ വാങ്ങുക എന്നതിനേക്കാൾ വിഷമമായിരുന്നു. അക്കാലത്ത് ആളുകൾക്ക് കാറുകളേക്കാൾ കൂടുതൽ കപ്പലുകൾ ഉണ്ടായിരുന്നില്ലേ? കപ്പലുണ്ടായിരുന്നു, പക്ഷെ അതിനേക്കാളും കാശ് വേണം. എന്താ വാങ്ങിക്കാൻ? കാറ് വാങ്ങിക്കണം. ഇന്നത്തെ പോലെ ഇന്ന് എല്ലാവർക്കും കാറാണ്, പക്ഷേ അന്ന് ആർക്കും കാറില്ല. അപ്പോൾ കാറ് വാങ്ങുക എന്ന് പറയുന്നത് വലിയൊരു സ്വപ്നം പോലെ. എങ്കിലും കാറ് വാങ്ങുന്ന കാര്യം ആലോചിക്കാമെന്ന് ലെസ്ലി സാഹിബ് ഉറപ്പ് കൊടുത്തു. അങ്ങനെയല്ലേ സാധാരണ? നടക്കത്തില്ലെന്ന് കണ്ടാലും ഇങ്ങനെയൊക്കെയുള്ളവർ ചോദിക്കുമ്പോഴും പറയുമ്പോഴും ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുമ്പോഴും അതങ്ങ് സാധിച്ചു കൊടുക്കാമെന്ന് പറയുക, ഓക്കെ പറയുകയാണ് അല്ലേ, ഉറപ്പ് കൊടുക്കുക. കുറുമ്പിയമ്മയ്ക്ക് അപ്പോഴത്തേന് സന്തോഷമായി. സാഹിബിൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നോ
സ്നേഹത്തോടു കൂടി അവർ ചോദിച്ചു. ഇച്ചിരിയും കൂടി പൊടി വലിക്കുന്നു. അവൻ കാറൊക്കെ വാങ്ങിക്കാമെന്ന് പറഞ്ഞപ്പോൾ സ്നേഹത്തോടു കൂടി അടുത്തോട്ട് നീങ്ങുന്നത് ഇച്ചിരിയും കൂടെ പൊടി വലിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. വലിയ കാര്യത്തിൽ ഈ ലഹരിയാണ് അങ്ങോട്ട് സ്നേഹത്തോടു കൂടി കൊടുക്കുന്നത്. ഒരു നുള്ളും കൂടി കുറുമ്പിയമ്മ ഒരു നുള്ളും കൂടെ ആകാം. കുറുമ്പിയമ്മ ഡെപ്പി തുറന്ന് സാഹിബിൻ്റെ ഉള്ളം കയ്യിൽ പൊടി കുടഞ്ഞിട്ടു. പൊടിയുടെ ലഹരിയിൽ സാഹിബിൻ്റെ കണ്ണുകൾ വീണ്ടും അടഞ്ഞു. പിന്നെ അത് വലിച്ചപ്പോഴേക്കും സാഹിബിൻ്റെ കണ്ണുകൾ വീണ്ടും അങ്ങ് അടയുക, ലഹരി മൊത്തിട്ട് അല്ലേ. സാഹിബേ, ആ വാഴയിലെ കോരൻ്റെ സൂക്കേട് മാറുമോ സാഹിബേ? പെട്ടെന്ന് ഇടയ്ക്ക് കയറിയിട്ട് നമ്മുടെ കുറുമ്പിയമ്മ ചോദിക്കുക. ആ വാഴയിലെ കോരൻ്റെ അങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്ന ചിലരുടെ അസുഖങ്ങളൊക്കെ ഉണ്ടാകും. അയ്യോ, അവൻ്റെ അസുഖം മാറുമോ? ഓന് കവിളരശ്യ. കവിളരശ്യ? ക്യാൻസർ. കവിളൽ മുഖത്ത് ഉണ്ടാകുന്ന, കവിൾ എന്ന് പറഞ്ഞാൽ മുഖമെന്നാണ്, മുഖത്തുണ്ടാകുന്നതായ അസുഖമാണ്. മുഖത്ത് ക്യാൻസർ ഉണ്ടാകുന്ന അസുഖത്തിനാണ് കവിളരശ്യ എന്ന് പറയുന്നത്. അത് മാറുന്ന സൂക്കേടല്ലേ സാഹിബേ? അയ്യോ, അത് വന്നാൽ മാറത്തില്ലയോ? കവിളരശ്ശി മാറുമോ കുറുമ്പി? അയ്യോ, എന്തുവാ ഈ പറയുന്ന? കവിളരശ്ശിയൊക്കെ വന്നു കഴിഞ്ഞ് കവിളിൽ ക്യാൻസറൊക്കെ വന്നു കഴിഞ്ഞാൽ മാറുമോ? ഇല്ല. എൻ്റെ ഈശ്വര, ഓൻ്റെ ഓളും കുട്ടിയോളും വഴിയാധാരമായാലും, അയ്യോ ആ പെണ്ണും പിള്ളേയും കൊച്ചും എന്നൊക്കെ നമ്മൾ പറയത്തില്ല, എന്തൊരു കഷ്ടമാണ് അതിൻ്റെ കാര്യം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ നമ്മുടെ കുറുമ്പിയമ്മ പറയുക. വാഴയിലെ കോരന് കൂലിപ്പണിയായിരുന്നു. തീയെത്തിയും മുലകുടി മാറാത്ത 3 മക്കളും ഉണ്ട്. പെട്ടെന്നാണ് കവിളിൽ അർബുദം വന്നത്. അർബുദം ക്യാൻസർ വന്നത്. കോരന് കൂലിപ്പണിയായിരുന്നേ. അപ്പോഴാണ് അത് മാറത്തില്ലയോ എന്ന് ചോദിക്കുകയാണ് കോരൻ്റെ അസുഖം. ലെസ്ലി സാഹിബും കുറുമ്പിയമ്മയും അങ്ങനെ നാട്ടുകാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നു. അവർ ഒരുമിച്ചിരുന്ന് പൊടി വലിച്ചു. അങ്ങനെ സന്ധ്യ വരെ ഇരുന്നിട്ട് പൊടി വലിയും ഇതുപോലെ നാട്ടുകാര്യം പറച്ചിലും ഒക്കെ ആയിട്ട് ഇവരവിടെ അങ്ങനെ ഇരിക്കുക. എന്നത്തെയും പതിവായത്. ഞാൻ ഇറങ്ങട്ടെ കുറുമ്പി? സാഹിബ് എഴുന്നേറ്റ് തൊപ്പിയെടുത്ത് തലയിൽ വെച്ചു. പോകണോ? അയ്യോ, ഇപ്പോഴേ പോകണമെന്ന്. പോകാൻ തുടങ്ങുമ്പോൾ എല്ലാവരോടും ചോദിക്കുമല്ലോ, ഇപ്പോഴേ പോകുന്നു, ഇച്ചിരൂടെ നേരം ഇരിക്കുന്നു നമ്മൾ പറയത്തില്ലേ, അതുപോലെ പറയുക. കുറുമ്പിയമ്മയുടെ സ്വരത്തിൽ വേർപാടിൻ്റെ വിഷാദം. നാളെ ഞാൻ വരത്തില്ലേ കുറുമ്പി? അപ്പം ദിവസം വരുമല്ല, പിന്നെന്തിനാ ഇത്ര വിഷമിക്കുന്നത്? ലെസ്ലി സാഹിബ് കുറുമ്പിയമ്മയെ നോക്കി മന്ദഹസിച്ചു. ചിരിച്ചിട്ട് പോവാം. അദ്ദേഹം കുതിരവണ്ടിയിൽ കയറി മൂപ്പൻ്റെ ബംഗ്ലാവിലേക്ക് തിരിച്ചു. അവിടെ എന്നും രാത്രിയും കുടിയും തിന്നുണ്ട്. ഇനി അടുത്ത എവിടാണ്? കുതിരവണ്ടി കയറിയിട്ട് അദ്ദേഹം എങ്ങോട്ട് പോയി? മൂപ്പൻ്റെ ബംഗ്ലാവിലേക്ക് പോവുക. അവിടെ എന്തുവാ? കുടിയും തീനും. ഇതേ ഉള്ള പരിപാടി. എന്തുവാ? ലഹരി വലിക്കുക, പൊടി വലിക്കുക, ബംഗ്ലാവിൽ പോയിട്ട് മൂപ്പൻ്റെ കൂടെ അവിടെ ഇരുന്നിട്ട് കുടിയും തീനുമൊക്കെ കഴിയുക. ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ.